ഹായ് ഓൾ. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന 2024 നടന്ന ടൈപ്പിസ്റ്റ്, ഗ്രേഡ് 2 ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, CA 3-4 കാറ്റഗറിയിലുള്ള മറ്റൊരു കോമൺ ആയിട്ടുള്ള എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കഷനാണ് നോക്കാൻ പോകുന്നത്. അതിൽ 10 ക്വസ്റ്റ്യൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ബാലൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 2015 ഒരു സെറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് 100 ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ 2023 ഒരു സെറ്റ് വീഡിയോ 100 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ 2 സെറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം തൊട്ട് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ടൈപ്പിസ്റ്റിൻ്റെ അണ്ടറിലാണ് ഈ ഒരു വീഡിയോസ് എല്ലാം ആഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് ഫസ്റ്റ് തൊട്ടുള്ള വീഡിയോസ് കാണുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് പരീക്ഷ എഴുതുന്നവർക്ക് 1 മാർക്ക് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനും അല്ലാത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ടെലഗ്രാമിൽ നമ്മൾ നോട്ട്സ് ആയിട്ട് ഇടാറുണ്ട്. വീക്കെൻഡിൽ എക്സാം ഇടാറുണ്ട്. അപ്പം ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ? അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഓപ്ഷൻ ബി മെമ്മറി, ഓപ്ഷൻ സി അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ഓപ്ഷൻ ഡി കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, മെമ്മറി, അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്. ഇതിൽ ആൻസർ വരുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഈ അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് AU എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസ്സിങ്ങിൻ്റെ എന്താണ് ഡിവൈഡ് ചെയ്യുന്ന പാർട്ടാണ്. AUയും CUയും, അതായത് അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും CPU അണ്ടറിൽ വരുന്നതാണ്. പിന്നെ മെമ്മറി അല്ല. അപ്പം ബ്രെയിൻ എന്ന് പറയുന്നത് ഏതാണ്? CPU അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഈ 11ഉം 12ാമത്തെ ക്വസ്റ്റ്യനൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസസ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസസ്? ഇതിലെ ഔട്ട്പുട്ട് ഡിവൈസസ് ഏതാണെന്നാണ് നോക്കേണ്ടത്. ഓപ്ഷൻ എ കീബോർഡ്, ഓപ്ഷൻ ബി മൗസ്, ഓപ്ഷൻ സി ലൈറ്റ് പെൻ, ഓപ്ഷൻ ഡി പ്രിൻ്റർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പ്രിൻ്റർ ആണ്. പ്രിൻ്റർ. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ബൈറ്റ്സ് ഡസ് 2 kilobytes represent? ഹൗ മെനി ബൈറ്റ്സ് ഡസ് 2 kilobytes represent? അതായത് 2 കിലോ ബൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ്. അപ്പോൾ 1 കിലോ ബൈറ്റ്സ് എന്താണ്? 1 കിലോ ബൈറ്റ്സ് എന്ന് പറയുന്നത് 1024 ആണ്. 1 കിലോ ബൈറ്റ്സ് എന്ന് പറയുന്നത് 1024 ആണ്. ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ബൈറ്റ്സ്, ഹൗ മെനി ബൈറ്റ്സ് ഡസ് 2 കിലോ ബൈറ്റ്സ് റിപ്രസെൻറ്റ്? അതായത് എത്ര ബൈറ്റ്സ് കൂടിയതാണ് 2 കിലോ ബൈറ്റ്സ് എന്ന് റിപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ഏതാണ് എന്നാണ്. ഓപ്ഷൻ നോക്കാം. എ 512, ബി 1024, സി 2048, ഡി 256. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 2048 ആണ്. അതായത് ഒരു കിലോ ബൈറ്റ്സ് എന്ന് പറയുന്നത് 1024 ആണ്. അപ്പോൾ 2 കിലോ ബൈറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇരട്ടി, അതായത് 2048 എന്നുള്ള ആൻസർ ആയിട്ട് വരും. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഫുൾ ഫോം ഓഫ് URL ഈസ്? ഫുൾ ഫോം ഓഫ് URL ഈസ്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ 2015 സെറ്റ് ചെയ്തപ്പോഴാണ് തോന്നുന്നു URLൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതാ വീണ്ടും അതേ ക്വസ്റ്റ്യൻ 2024 ക്വസ്റ്റ്യനിലും ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, ഓപ്ഷൻ ബി യൂണിഫോം സെർച്ച് ലിങ്ക്, ഓപ്ഷൻ സി യൂണിഫോം രജിസ്റ്റേർഡ് ലിങ്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഡെവലപ്ഡ് ബൈ ആപ്പിൾ? വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഡെവലപ്ഡ് ബൈ ആപ്പിൾ? ആപ്പിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം. എ ലിനക്സ്, ബി വിൻഡോ, സി മാക് OS, ഡി ഡോസ്. ലിനക്സ്, വിൻഡോ, മാക് OS,
DOS. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി മാക് OS ആണ് വരുന്നത് ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നെയിം ഓഫ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ഡിജിറ്റൽ സിഗ്നൽ ടു അനലോഗ് സിഗ്നൽ? വാട്ട് ഈസ് ദ നെയിം ഓഫ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് ഡിജിറ്റൽ സിഗ്നൽ ടു അനലോഗ് സിഗ്നൽ? അതായത് ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിലേതാണ് ഡിവൈസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റൂട്ടർ, ഓപ്ഷൻ ബി സ്വിച്ച്, ഓപ്ഷൻ സി മോഡം, ഓപ്ഷൻ ഡി റിപ്പീറ്റർ. ഓപ്ഷൻ എ റൂട്ടർ, ഓപ്ഷൻ ബി സ്വിച്ച്, ഓപ്ഷൻ സി മോഡം, ഓപ്ഷൻ ഡി റിപ്പീറ്റർ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി മോഡമാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. DPI means ഓപ്ഷൻ എ ഡോട്ട്സ് പ്രോസസ്സിംഗ് ഇഞ്ച്, ഓപ്ഷൻ ബി ഡോട്ട്സ് പെർ ഇഞ്ച്, ഓപ്ഷൻ സി ഡയഗ്രാം പെർ ഇഞ്ച്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഡോട്ട്സ് പെർ ഇഞ്ച് ആണ്. DPI മീൻസ് ഡോട്ട്സ് പെർ ഇഞ്ച്. 18ാമത്തെ ക്വസ്റ്റ്യൻ. എവരി കമ്പ്യൂട്ടർ കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ എ യൂണിക് 4-part string known as ഓപ്ഷൻ എ IP അഡ്രസ്, ഓപ്ഷൻ ബി ഹോസ്റ്റ് നെയിം, ഓപ്ഷൻ സി ഡൊമൈൻ നെയിം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർനെറ്റുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഒരു യൂണിക് 4-part ഉണ്ട് ഈ കമ്പ്യൂട്ടറിൻ്റെ കണക്ഷന്. അപ്പോൾ അതിന് ഒരു പേര് പറയും, അതെന്താണെന്നാണ്. ഓപ്ഷൻ ഒന്നും കൂടെ പറയാം. IP അഡ്രസ്, ഹോസ്റ്റ് നെയിം, ഡൊമൈൻ നെയിം, നൺ ഓഫ് ദി എബോവ്. എൻ്റെ ആൻസർ വരുന്നത് IP അഡ്രസ്സാണ്. അപ്പോൾ നമ്മുടെ ഫോണിലാണെങ്കിലും നമുക്കൊരു IP അഡ്രസ്സ് ഉണ്ടാവും അല്ലേ? അതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിൻ്റെ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയായിരിക്കും, അറിയാവുന്ന ഒരു ആൻസർ കൂടിയാണെന്ന് തോന്നുന്നു. 19ാമത്തെ ക്വസ്റ്റ്യൻ. ദ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ആർ ബേസ്ഡ് ഓൺ. ദ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ ബേസ്ഡ് ഓൺ. അതായത് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? ഓപ്ഷൻ എ ട്രാൻസിസ്റ്റർ, ഓപ്ഷൻ ബി ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, ഓപ്ഷൻ സി VLSI മൈക്രോ പ്രൊസസ്സർ, ഓപ്ഷൻ ഡി ULSI മൈക്രോ പ്രൊസസ്സർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ആർ ബേസ്ഡ് ഓൺ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ് വരുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ. മാൽവെയർ ഇസ് ദ ഷോർട്ട് ഫോം ഫോർ മലീഷ്യസ് സോഫ്റ്റ്വെയർ ആൻഡ് യൂസ്ഡ് ടു റിഫർ ടു. മാൽവെയർ ഇസ് ദ ഷോർട്ട് ഫോം for malicious software and used to refer to. Option A spyware, option B worm, option C virus, ഓപ്ഷൻ ഡി all of the above. അതായത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതിലും ഈ മാൽവെയറിനെ കുറിച്ചുള്ളൊരു വേറെ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. നമ്മൾ വേറെ രീതിയിലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാൽവെയറിൻ്റെ. അപ്പം ഈ മാൽവെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്, ഒരു ഷോർട്ട് ഫോമാണ്. മാൽവെയർ എന്ന് പറയുന്നത് ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട് ഫോമാണത്. എനിക്ക് യൂസ് ചെയ്യുന്നത് സ്പൈവെയർ ആയിട്ടും വോമായിട്ടും വൈറസൊക്കെ ആയിട്ടെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻസർ ചെയ്യുന്ന ഓപ്ഷൻ ഡി ആണ്.